ഹലോ, വെൽക്കം ബാക്ക് ടു ക്ലാസ് ബെൽ. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇൻ ദി അറ്റിക്. ഇൻ ദി അറ്റിക് എന്ന ഈ ചാപ്റ്റർ ലാറ്റ്സോ സ്പിൽമാൻ എന്ന പോളിഷ് റൈറ്ററിൻ്റെ മെമോ ആയ ദ പിയാനിസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം എബൌട്ട് ദ ഓതർ ഒന്ന് നോക്കാം. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ലാറ്റ്സോ സ്പിൽമാൻ എന്നാണ്. Laszlo Spillman. Laszlo Spillman was a Polish pianist and classical composer. His memoir, MEMOIR, മെമോയർ എന്നല്ല വായിക്കുക, മെമോർ എന്നാണ്, അതായത് ഓർമ്മക്കുറിപ്പുകളാണ്. His memoir, The Pianist, was published in 1946. The book was adapted into a film by Roman Polanski in 2002. Spillman composed over 500 works, including piano pieces, songs and film scores. ഇദ്ദേഹം ഒരു പോളിഷ് പിയാനിസ്റ്റ് ആണ്, അതായത് പിയാനോ വായിക്കുന്നത് ഒരാളാണ്. അതുപോലെ ക്ലാസിക്കൽ കമ്പോസറാണ്, മ്യൂസീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പിയാനിസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള ഇൻ ദ അറ്റിക് എന്നുള്ള ഈ ചാപ്റ്റർ. ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ എഡ്വാർഡ് മഞ്ചിൻ്റെ ദ സ്ക്രീം എന്ന ഒരു പെയിൻറ്റിങ് തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയായി കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സ്ക്രീം എന്ന വാക്കിൻ്റെ അർത്ഥം അലറിക്കരയുക എന്നാണ്. നോർവീജിയൻ പെയിൻറ്ററാണ് എഡ്വാർഡ് മഞ്ച്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണിത്. മോഡേൺ ആർട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പെയിൻറ്റിംഗ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അദ്ദേഹം 1892 ഒരു പാനിക് അറ്റാക്കിന് ഇരയായിരുന്നു. അദ്ദേഹം ഒരു ഭയാനകമായ സംഭവത്തിന് ഇരയായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം വരച്ച ഒരു പെയിൻറ്റിംഗ് ആണിത്. ഇനി ഇതിന് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. വാട്ട് ഡു യു സീ ഇൻ ദി പിക്ചർ? നിങ്ങൾ എന്താണ് ഈ പിക്ചറിൽ കാണുന്നത്? വാട്ട് ഡു യു ഫീൽ വെൻ യു ലുക്ക് അറ്റ് ദിസ് പെയിൻറ്റിംഗ്? നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ്ങിൽ നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ദി സ്ക്രീം, ഒരാൾ അലറിക്കരയുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമുക്കത് കാണുമ്പോൾ ഒരിക്കലും ഒരു ഹാപ്പിനെസ് തോന്നുമോ? ഇല്ല, ഒരു ഗ്ലൂമി, ഒരു സാഡ്നെസ് ഒക്കെയാണ് തോന്നുക. ഈസ് ദ സ്ക്രീം കോസ്ഡ് ബൈ ഫിയർ, ആങ്സൈറ്റി ഓർ ഡെസ്പെയർ? വാട്ട് ഡു യു തിങ്ക്? ഇത് ഭയം കൊണ്ടായിരിക്കുമോ, ആകാംക്ഷ കൊണ്ടായിരിക്കുമോ, അതോ വിഷമം കൊണ്ടായിരിക്കുമോ? എന്ത് കാരണം കൊണ്ടായിരിക്കും ഈ കരച്ചിൽ കാണുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? If the subject of the painting were to speak, what would he or she say? ഈ പെയിന്റിങ്ങിന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നിങ്ങളോട് ആ പെയിന്റിംഗ് എന്തായിരിക്കും പറയുക? Let us read and reflect. Every human being deserves to be free and to live with dignity. എല്ലാ മനുഷ്യജീവികൾക്കും സ്വാതന്ത്ര്യത്തോടെ അതുപോലെ അഭിമാനത്തോടെ ജീവിക്കണമെന്നാണ് ആഗ്രഹം. These are universal human rights, but in the world we live in, millions of people are denied these basic rights. ഇതാണ് ലോകമെമ്പാടുമുള്ള ഒരു മനുഷ്യ അവകാശം എന്ന് പറയുന്നത്. അതായത് എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യത്തോടെ കഴിയണമെന്ന്. പക്ഷേ ലോകത്ത്, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. Laszlo Spillman, a pianist and composer, was a Polish Jew. അദ്ദേഹം ഒരു പോളിഷുകാരനായിരുന്നു. He was forced to live in the ghetto, a dismal place meant for Jews alone. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു ഗെട്ടോ എന്ന് പറയുന്നത് 1933 മുതൽ 1945 വരെ ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നതോടുകൂടി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ആരംഭിച്ചു. അതിനെപ്പറ്റി ഒരുപക്ഷെ നിങ്ങൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹിറ്റ്ലർ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ജൂ ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം ഇങ്ങനെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ തടവിലാക്കി. അദ്ദേഹത്തിന് ശത്രുക്കളെന്ന് തോന്നുന്നവരെ എല്ലാം അദ്ദേഹം അങ്ങനെ ആ ക്യാമ്പുകളിൽ താമസിപ്പിച്ചു. അവിടെ മതിയായ സ്ഥല സൗകര്യമില്ല, ഭക്ഷണമില്ല, അങ്ങനെ വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥയായിരുന്നു അത്. അവിടെ നിന്ന് ഏത് സമയം വേണമെങ്കിലും അവരെ കൊല്ലാനായിട്ട് കൊണ്ടുപോകാം. അതുപോലെ ആളുകളെ വളരെയധികം കൂട്ടക്കൊല ചെയ്ത ഒരു സമയമായിരുന്നു ഇത്.
രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച ആ ഒരു സമയത്താണ് ഇതൊക്കെ നടന്നിരുന്നത്. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളോടനുബന്ധിച്ച് മരിച്ചു പോയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. ഈ ലാഡ്സോ സ്പെൽമാൻ എന്ന ഈ പിയാനിസ്റ്റിനും ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹവും കുറച്ചുനാള് അവിടെ തടവിലായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതമാണ് ഇൻ ദ അറ്റിക് എന്ന ഈ ചാപ്റ്റർ. അദ്ദേഹവും കുറച്ചു കാലം, ഗെറ്റോ എന്ന് പറയുന്നത് ഇങ്ങനെ ഒളിവിൽ താമസിക്കേണ്ടി വരുന്ന ഒരു സ്ഥലമായിരുന്നു. ജൂ ആയിട്ടുള്ള ആൾക്കാർ മാത്രം താമസിക്കേണ്ട ഒരു സ്ഥലമായിരുന്നു. ഡിസ്മൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുണ്ട അല്ലെങ്കിൽ ദുരിതം നിറഞ്ഞ ഒരു സ്ഥലം എന്നാണ് അർത്ഥം. Most of the Jews were then sent to concentration camps where they were tortured and then go to gas chambers where they were killed in masses. കൂട്ടക്കൊല നടക്കുന്ന ആ സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് ആൾക്കാരെ, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയിരുന്നു. Let us read the story of Spillman's desperate struggle to stay alive during the war. ആ യുദ്ധസമയത്ത് ജീവിച്ചിരിക്കാനായിട്ട് അദ്ദേഹം നടത്തിയ സ്ട്രഗിൾ ആണ്, പോരാട്ടമാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ലാഡ്സോ സ്പിൽമാൻ കുറച്ചു കാലം ഈ ഗെറ്റോ എന്ന് പറയുന്നത് ജൂ ആയിട്ടുള്ള ആൾക്കാർ താമസിക്കാനായിട്ടുള്ള ഒരു ചെറിയ പ്രദേശം, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലം, അങ്ങനെ ഒരു സ്ഥലത്ത് കുറച്ച് സമയം ചെലവഴിച്ചിരുന്നു. ഐ സ്ലംപേർഡ് ഓൺ ദി ചെയർ ബൈ ദി ലാഡർ ഡോർ. ലാഡർ എന്ന് പറയുന്നത് സ്റ്റോർ റൂം ആണ്, സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റോർ റൂം. ഹൈ സ്ലംപേർഡ് എന്ന് പറഞ്ഞാൽ തളർന്നിരിക്കുക. ഞാന് ലാഡർ റൂമിന്റെ ആ ഡോറിനടുത്തായിട്ട് കസേരയിൽ തളർന്നിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽട്ടി. വാട്ട് ഡു യു ലൈക്ക് ടു മീ? ഐ ആം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. അതിന് കുറച്ച് സമയം മുമ്പാണ് ഞാൻ സ്റ്റാമർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിക്കി പറയുന്നതിനാണ്. ഞാൻ വളരെ ബുദ്ധിമുട്ടോടെ തട്ടിത്തടഞ്ഞ് അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാനാണോ ആഗ്രഹം അത് നിങ്ങൾ ചെയ്തോളൂ, ഞാൻ ഇവിടെ നിന്ന് പോവില്ല. ഐ ഹാവ് നോ ഇന്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു, ദ ഓഫീസർ സെറ്റ്. അപ്പൊ ആ പോലീസ് ഓഫീസർ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു ഉദ്ദേശവും ഇല്ല. അതായത് ലാഡ്സോ സ്പിൽമാൻ ഒളിച്ചു താമസിച്ച ആ സ്ഥലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തി. Then he asked me, what do you do for a living? നിങ്ങളുടെ ജോലി എന്താണ്? നിങ്ങൾ ജീവിക്കാനായിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? I am a pianist. ഞാനൊരു പിയാനോ വായനക്കാരനാണ്. He looked at me more closely. ഇത് കേട്ടതും ആ പോലീസുകാരൻ എന്നെ വളരെ സൂക്ഷിച്ച് നോക്കി. Then his glance fell on the door to the other room. His glance എന്ന് പറഞ്ഞാൽ അയാളുടെ നോട്ടം അതിനുശേഷം അടുത്ത റൂമിലേക്ക് എത്തി. An idea seemed to have struck him. അയാൾക്ക് എന്തോ ഒരു ഐഡിയ കിട്ടിയതുപോലെ തോന്നി. Come with me, will you? നിനക്ക് എൻ്റെ കൂട്ടത്തിൽ വരാമോ? We went into the next room where a piano stood by the wall. അവിടെ ഭിത്തിയോട് ചേർന്ന് ഒരു പിയാനോ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടാണ് ഇദ്ദേഹത്തെയും കൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പോയത്. The officer pointed to the instrument. അവിടെ ചെന്നിട്ട് ആ പോലീസുകാരൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, പ്ലേ സംതിങ്. ആ പിയാനോയിൽ എന്തെങ്കിലും ഒന്ന് വായിക്കൂ. ഇയാള് പിയാനിസ്റ്റ് ആണോ എന്ന് അറിയണമല്ലോ. I looked enquiringly at him and did not move. ഞാൻ എന്താണ് ഉദ്ദേശം എന്നറിയാതെ അയാളെ നോക്കി. അതായത് ഒരു ചോദ്യഭാവത്തിൽ, അതാണ് എൻക്വയറിംഗിലി. ഞാൻ ആ ഉദ്യോഗസ്ഥനെ നോക്കി, പക്ഷെ ഞാൻ നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. He obviously sensed my fears since he added reassuringly, it is all right, you can play. ഞാൻ അദ്ദേഹത്തെ നോക്കിയതും അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഒബിയസ്ലി എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട്, കൃത്യമായിട്ട് അദ്ദേഹത്തിന് എൻ്റെ ഭയം മനസ്സിലായി. അദ്ദേഹം എന്നെ ധൈര്യപ്പെടുത്തി. റീഅഷ്വറിംഗ്ലി എന്ന് പറഞ്ഞാൽ ധൈര്യം തന്നു. ഇറ്റ് ഈസ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ. അതെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ ഇത് വായിച്ചു. ഇഫ് എനിവൺ കംസ് യു ക്യാൻ ഹൈഡ് ഇൻ ദി ലാഡർ ആൻഡ് ഐ വിൽ സേ ഇറ്റ് വാസ് മീ ട്രൈങ് ദ ഇൻസ്ട്രുമെന്റ് ഔട്ട്. നീ പിയാനോ വായിക്കുന്ന ശബ്ദം കേട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞോളാം ഞാനാണ് വായിച്ചുകൊണ്ടിരുന്നതെന്ന്. ആ സമയത്ത് നിനക്ക് വീണ്ടും ആ സ്റ്റോർ റൂമിൽ പോയി ഒളിച്ചിരിക്കാം. When I placed my fingers on the keyboard,
they shook. ഞാൻ എൻ്റെ വിരലുകൾ ആ കീബോർഡിൽ വെച്ചു. I hadn't practiced for 2.5 years. My fingers were stiff and covered with a thick layer of dirt, and I had not cut my nails for some week. ഞാൻ പിയാനോ പ്രാക്ടീസ് ചെയ്തിട്ട് 2.5 വർഷമായി. കാരണം 2.5 വർഷമായിട്ട് അദ്ദേഹം ഈ തട്ടിൻപുറത്താണ് താമസം. എൻ്റെ വിരലുകളെല്ലാം വളരെ സ്റ്റിഫായി. അതുപോലെ തന്നെ കയ്യിലും ധാരാളം അഴുക്കുകളുണ്ട്. ഞാൻ നഖങ്ങളൊന്നും കൃത്യമായിട്ട് വെട്ടിയിട്ടില്ല. ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ അദ്ദേഹം വളരെ നിരാശനും ഒക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ പിയാനോ നന്നായിട്ട് വായിക്കാനും കഴിഞ്ഞില്ല. I played Chopin's Nocturne in C sharp minor. അത് വായിക്കുന്നതിന്റെ നോട്ടാണ് പറഞ്ഞത്. ഷോപ്പിൻസ് നൊക്ടേൺ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ ഒരു ഈണമാണ്. അത് അദ്ദേഹം അതിൽ വായിക്കാൻ നോക്കി, പക്ഷേ പറ്റുന്നില്ല. When I finished, the silence seemed to gloomy and eerie. ഞാനത് വായിച്ചു കഴിഞ്ഞതും അവിടെയുള്ള നിശബ്ദത വളരെ ഭയപ്പെടുത്തുന്നതും സങ്കടപ്പെടുത്തുന്നതുമായിട്ട് അനുഭവപ്പെട്ടു. ഈറി എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിചിത്രമായ എന്നൊക്കെയാണ്. I heard a short down below outside the building a harsh loud German noise. ആ സമയത്ത് താഴെ ഒരു ജർമ്മൻകാരന്റെ ശബ്ദം ഞാൻ കേട്ടു. The officer looked at me in silence. After a while he sighed and muttered, "All the same, you shouldn't stay here. I will take you out of the city to a village. You will be safer there." താഴെ വെടിയൊച്ചകളൊക്കെ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ഓഫീസർ ഇദ്ദേഹത്തിനോട് പറഞ്ഞു. While he sighed and muttered, അദ്ദേഹം ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ടതിനു ശേഷം ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു, നിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ഈ സിറ്റിക്ക് പുറത്ത് ഒരു വില്ലേജിൽ എത്തിക്കാം. അവിടെ നീ സുരക്ഷിതനായിരിക്കും. I shook my head. I can't leave this place, I said firmly. Firmly എന്ന് പറഞ്ഞാൽ ഉറപ്പോടെ. ഞാൻ വളരെ ശക്തിയായിട്ട് പറഞ്ഞു, ഈ സ്ഥലം വിട്ടുപോകാൻ എനിക്ക് സാധ്യമല്ല. Only now did he seem to understand my real reason for hiding among the ruins. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഞാൻ എന്തിനാണ് ഇതിനകത്ത് ഇങ്ങനെ ഒളിച്ചു താമസിക്കുന്നതെന്ന്. You are Jewish, he asked. അപ്പൊ നീ ഒരു ജൂ ആണോ? Yes, well, he murmured. In that case, I see you really can't leave. Where are you hiding? അങ്ങനെയാണെങ്കിൽ നിനക്കിപ്പോ ഇവിടെ വിട്ടു പോവാൻ സാധ്യമല്ല. നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? In the attic. ഞാൻ ആ സ്റ്റോർ റൂമിലാണ്, അതായത് തട്ടിൻപുറത്താണ് ഒളിച്ചിരിക്കുന്നത്. He inspected the attic and discovered something I had not yet noticed. അദ്ദേഹം അവിടെയെല്ലാം വന്ന് നോക്കി. അതിനുശേഷം ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു കാര്യം അദ്ദേഹം കണ്ടുപിടിച്ചു. A loft made of boards directly above the entrance to the attic. The officer said he thought I should hide in this loft. He asked if I had anything to eat. അദ്ദേഹം ആ തട്ടിൻപുറത്തൊക്കെ പരിശോധിച്ചിട്ട് അതിലേക്ക് കയറുന്ന ആ എൻട്രൻസിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു സ്പേസ്, ഒരു ലോഫ്റ്റ് കണ്ടെത്തി. അവിടെ ഇദ്ദേഹത്തിന് ഹൈഡ് ചെയ്തിരിക്കാമല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നീട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഇവിടെ ഉണ്ടോ? No, I said. ഞാൻ പറഞ്ഞു, ഇല്ല. Well, never mind, he added hastily. I will bring you some food. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് സാരമില്ല. ഹേസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ധൃതിയിൽ പറഞ്ഞു, സാരമില്ല, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുതരാം. ആ പോലീസ് ഓഫീസർ ഇദ്ദേഹത്തോട് പറയുകയാണ്. Only now did I venture a question of my own. Are you German? ആ സമയത്താണ് എനിക്ക് അദ്ദേഹത്തിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനായിട്ട് ധൈര്യം വന്നത്. വെഞ്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ധൈര്യം വന്നു. He almost shouted his answer in agitation, as if my question had been an insult. നിങ്ങൾ ഒരു ജർമ്മൻ ആണോ എന്ന് ആ പോലീസുകാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഒരു ഷൗട്ടിങ് പോലെ ഒരു ശബ്ദമായിരുന്നു. വളരെ ധൃതിയിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തോ പോലീസ് ഓഫീസറെ ഇൻസൾട്ട് ചെയ്ത പോലാണ് തോന്നിയത്. കാരണം വളരെ ധൃതിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞു, Yes, I am and ashamed of it. ഞാൻ അതില് ലജ്ജിക്കുന്നു. After everything that has been happening, abruptly എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ട് അദ്ദേഹം നിർത്തി, പകുതിക്ക് വെച്ച് നിർത്തി. He shook
ഹാൻഡ്സ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്. ഞാനൊരു ജർമ്മനാണ്, ഞാൻ അതിൽ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ കൈയൊക്കെ പിടിച്ച് കുലുക്കിയിട്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹം അവിടെ നിന്ന് പോയി. 3 days passed before he reappeared. റീഅപ്പിയർഡ് എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും വന്നു. വീണ്ടും ആ ഉദ്യോഗസ്ഥൻ വന്നു. എത്ര ദിവസം കഴിഞ്ഞിട്ട്? 3 ദിവസം കഴിഞ്ഞിട്ട്. ഇറ്റ് വാസ് ഈവനിങ് ആൻഡ് പിച്ച് ഡാർക്ക് വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്. എൻ്റെ ഇരിക്കുന്ന സ്ഥലത്തിന് താഴെയായിട്ട് ഒരു വിസ്പർ എന്ന് പറഞ്ഞാൽ പതുക്കെ സംസാരിക്കുന്നതിനാണ്, മന്ത്രിക്കുക എന്നൊക്കെ പറയുന്നത്. ഹലോ, ആർ യു ദെയർ? അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ അവിടെ ഉണ്ടോ? യെസ് ഐ ആം ഹിയർ, ഐ റിപ്ലൈഡ്. ഇവിടെ ഉണ്ടെന്ന് ഞാൻ മറുപടി പറഞ്ഞു. സൂൺ ആഫ്റ്റർ വാട്ട്സ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ്സ് മീ. പെട്ടെന്ന് തന്നെ എൻ്റെ അരികിലായിട്ട് എന്തോ ഭാരമുള്ള ഒന്ന് വന്നു. ത്രൂ ദ പേപ്പർ ഐ ഫെൽറ്റ് സെവറൽ ലോവ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ് വിച്ച് ലേറ്റർ ടേൺ ഔട്ട് ടു ബി ജാം wrapped in grease proof paper. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഭക്ഷണം കഴിക്കാനുള്ള ധാരാളം സാധനങ്ങളുള്ള ഒരു പൊതിയായിട്ടാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി അതിനകത്ത് സെവറൽ ലോവ്സ്, ധാരാളം ആഹാരമൊക്കെ ഉണ്ട്, അപ്പം പോലെ ബ്രെഡ് പോലെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ജാം ഉണ്ട്, അതൊക്കെ ആയിട്ടാണ് അദ്ദേഹം വന്നത്. I quickly put the package to one side and called, wait a moment. ഞാൻ പെട്ടെന്ന് തന്നെ ആ പാക്കേജ് എൻ്റെ അരികിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു നിമിഷം നിൽക്കണേ. The voice in the dark sounded, ഒരു നിമിഷം നിൽക്കണേ. The voice in the dark sounded impatient. What is it? അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ലോഫ്റ്റിലേക്ക്, ഈ മുകളിലേക്ക് കയറി വന്നിട്ടില്ല, താഴെ നിന്നാണ് ആ പാക്കേജ് തന്നത്. അപ്പോൾ നമ്മുടെ പിയാനിസ്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു നിമിഷം വെയിറ്റ് ചെയ്യാൻ. അദ്ദേഹത്തിന്റെ ശബ്ദം പെട്ടെന്ന് ഇംപേഷ്യന്റ് ആയി. ഇംപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലാതെ. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, എന്താ കാര്യം? Hurry up, the guard saw me come in here and I must not stay long. I just hang on a few more weeks. The war will be over by spring at the latest. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, പെട്ടെന്ന് പറ, കാര്യം എന്താണെന്ന്. ഞാൻ ഇങ്ങോട്ട് വരുന്നത് മറ്റു ഗാർഡുകളൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിവിടെ ഒത്തിരി സമയം നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ കുറച്ച് നാളുകൾ കൂടി, അതായത് ഒരു ഫ്യൂ മോർ വീക്സ്, കുറച്ച് ആഴ്ചകൾ കൂടി പ്രതീക്ഷയോടെ കാത്തിരിക്കൂ. അപ്പൊ ഇവിടെ ഹാങ് ഓൺ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ പ്രതീക്ഷയോടെ കാത്തിരിക്കാനാണ്. പ്രതീക്ഷയോടെ കാത്തിരിക്കൂ, ഈ യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിക്കും, ഈ സ്പ്രിംഗ് സീസണോടുകൂടി ഇത് അവസാനിക്കും എന്ന് പറഞ്ഞു. The voice fell silent. I did not know if the officer was still there or if he had gone. ഇത്രയും പറഞ്ഞതിന് ശേഷം അവിടെ ഒരു നിശബ്ദതയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോയോ അതോ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. But suddenly he spoke again. You must hang on. Do you hear? പെട്ടെന്ന് തന്നെ അദ്ദേഹം വീണ്ടും ചോദിച്ചു, നിങ്ങൾ കാത്തിരിക്കില്ലേ? പ്രതീക്ഷയോടെ കാത്തിരിക്കില്ലേ? അങ്ങനെ ചെയ്യില്ലേ? His voice sounded harsh, almost as if he were giving an order. അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ വളരെ ഓർഡർ നിറഞ്ഞതായിരുന്നു. അതായത് വളരെ ശക്തിയുള്ള ഒരു ശബ്ദമായിരുന്നു. ഒരു ഓർഡർ ഇടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. Convincing me of his unyielding belief that the war would end well for us. അദ്ദേഹം എന്നെ കൺവിൻസ് ചെയ്യിക്കുകയായിരുന്നു, വിശ്വസിപ്പിക്കുകയായിരുന്നു. അതായത് ഈ യുദ്ധം ഉടനെ തന്നെ അവസാനിക്കും, അത് നല്ല രീതിയിൽ അവസാനിക്കുമെന്ന്. അൺഇൽഡിങ് ബിലീഫ് എന്ന് പറഞ്ഞാൽ കീഴടങ്ങാത്ത വിശ്വാസം. അതായത് അദ്ദേഹത്തിന് ഇപ്പോഴും വിശ്വാസമുണ്ട് ഈ യുദ്ധം നല്ല രീതിയിൽ അവസാനിക്കുമെന്ന്. Only then did I hear the quiet sound of the attic door closing. അതിനുശേഷം എനിക്ക് മനസ്സിലായി അദ്ദേഹം ആ മേൽക്കൂര, ആ ഭാഗം, അറ്റിക്കിന്റെ ആ ഭാഗമൊക്കെ അടച്ച് പുറത്തേക്ക് തന്നെ പോയി. കാരണം വാതിലടയ്ക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. Monotonous, hopeless weeks passed by. ഒരേപോലെയുള്ള, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത, എന്നും ഒരുപോലെയുള്ള ദിവസങ്ങൾ, അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി. I heard less and less artillery fire. ആർട്ടിലറി എന്ന് പറഞ്ഞാൽ പീരങ്കിയാണ്. ഓരോ ദിവസവും ഈ പീരങ്കികളുടെ ഒക്കെ ഒച്ച കുറഞ്ഞു വന്നു. There were days when not a single shot broke the silence. ചില ദിവസങ്ങളിൽ ഒരു വെടിയുച്ച പോലും കേട്ടില്ല. ഇതിന്റെയൊക്കെ അർത്ഥം യുദ്ധം പതുക്കെ കുറഞ്ഞു വന്നു. Soldiers went up and down the stairs, often bringing large packages up to the attic and fetching others down. ഓരോ സമയത്തും പട്ടാളക്കാര് ധാരാളം സാധനങ്ങളുമായിട്ട് ഈ മേൽക്കൂരയുടെ മുകളിലേക്ക് വരികയും അതവിടെ വെച്ചിട്ട് പകരം മറ്റു സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്തു. എന്നിരുന്നാലും നമ്മുടെ പിയാനോയിസ്റ്റ് ഇരിക്കുന്ന ആ ഒരു ഭാഗം അവർ കണ്ടതേയില്ല. But my hiding place was well chosen.
നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. അറ്റിക്കിലേക്ക് അവർ പലതവണ കയറി വന്നു. അതിന്റെ ഒരു ചെറിയ പോർഷൻ ആണ് ഈ ലോഫ്റ്റ്. അവിടെ ഇദ്ദേഹം ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് അവരൊരിക്കലും അറിഞ്ഞിരുന്നില്ല. ഓൺ 12th December the officer came for the last time. അവസാനമായിട്ട് ആ ഉദ്യോഗസ്ഥൻ എന്നെ കാണാൻ വന്നത് ഒരു ഡിസംബർ 12-നാണ്. He brought me a large supply of bread than before and a warm eider down. അദ്ദേഹം എന്നെ കാണാൻ വന്നത് ഇതിനു മുൻപ് കൊണ്ടുവന്നതിൽ കൂടുതൽ ബ്രെഡും അതുപോലെ തന്നെ വളരെ ചൂട് നൽകുന്ന ഒരു ഐഡർ ഡൗണുമായിട്ടാണ്. ഐഡർ ഡൗൺ എന്ന് പറയുന്ന കമ്പിളി പോലെ ചൂട് നൽകുന്ന ഒരു വസ്ത്രമാണ്. He told me he was leaving Warsaw with his detachment. പോകാൻ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഈ വാർസോ എന്ന് പറയുന്നത് പോളണ്ടിലെ ഏറ്റവും വലുതും ക്യാപിറ്റലുമായ സിറ്റിയാണ്. ഇവിടം വിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ കൂട്ടത്തിൽ പോവുകയാണ് എന്നാണ്. ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു കൂട്ടം സൈനികരാണ്. ഒരു പ്രത്യേക മിഷന് വേണ്ടിയിട്ട് നമ്മൾ നിയമിക്കുന്ന ഒരു സൈന്യത്തെ, ഒരു ഗ്രൂപ്പിനെയാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഈ ഓഫീസർ തന്റെ ഡിറ്റാച്ച്മെന്റിന്റെ കൂട്ടത്തിൽ പോവുകയാണ് എന്ന് പറഞ്ഞു. ബട്ട് how will I survive the street fighting? I asked anxiously. Anxiously എന്ന് പറഞ്ഞാൽ ആകാംക്ഷയോടെ, ആശങ്കയോടെ അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ ഈ സ്ട്രീറ്റിലെ, ഈ തെരുവിലെ ഈ ഒരു യുദ്ധത്തിനെ അതിജീവിക്കുക? കാരണം ആർട്ടിലറി ഒക്കെ കുറഞ്ഞു, ഷോട്ടൊക്കെ കുറഞ്ഞുവെങ്കിലും തെരുവിൽ ഇപ്പോഴും യുദ്ധം നടക്കുകയാണ്. അതിന് മറുപടിയായിട്ട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, if you and I have survived this inferno for over 5 years, നിങ്ങളും ഞാനും 5 വർഷത്തിലധികമായിട്ട് ഈ നരകം അനുഭവിച്ചുകൊണ്ട് വരികയാണ്, അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചു. He replied, it obviously God's will for us to live. ഉറപ്പായും ദൈവം നമുക്ക് നല്ലത് വരുത്തും, നമ്മളെ ജീവിക്കാൻ ദൈവം അനുവദിക്കും എന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. We had already said goodbye and he was about to go when an idea came to me at last moment. ഞങ്ങള് യാത്രയൊക്കെ പറഞ്ഞു, അദ്ദേഹം ഏകദേശം പോവാറായപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നിയത്. I had long been racking my brains for some way of showing him my gratitude. കുറേ സമയമായിട്ട് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിനോടൊരു നന്ദി പ്രകടിപ്പിക്കുക. കാരണം ഒളിവിൽ കഴിയാൻ ഒരു അവസരം കൊടുത്തു, അതുപോലെ തന്നെ ഫുഡ് കൊണ്ട് കൊടുത്തു, ഇടയ്ക്കിടയ്ക്ക് കാണാൻ വന്നു. അപ്പൊ എങ്ങനെയാണ് ആ ഉദ്യോഗസ്ഥന് ഒരു നന്ദി പ്രകടിപ്പിക്കുക എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. Listen, I took his hand and began speaking urgently. പെട്ടെന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, I never told you my name. You didn't ask me. നിങ്ങൾ ഒരിക്കലും എന്നോട് പേര് ചോദിച്ചില്ല, ഞാൻ നിങ്ങളോട് എൻ്റെ പേര് പറഞ്ഞതുമില്ല. But I want you to remember it. Who knows what may happen. പക്ഷെ നിങ്ങൾ എൻ്റെ പേര് ഓർത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നാളെ എന്താണ് സംഭവിക്കുക എന്ന് ആർക്കാണ് അറിയുക? You have a long way to go home. If I survive, I will certainly be working for Polish radio again. I was there before the war. നിങ്ങൾക്ക് വളരെ ദൂരം വീട്ടിലേക്ക് പോവാനുണ്ട്. ഞാൻ ഈ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്, അതിജീവിക്കുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ പോളിഷ് റേഡിയോയിൽ വീണ്ടും ജോലിക്ക് കയറും. ഈ യുദ്ധം ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. നമ്മളോട് എബൌട്ട് ദ ഓതറിൽ പറയുന്നുണ്ട് അദ്ദേഹം ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു എന്ന്. യുദ്ധം ഉണ്ടാകുന്നതിന് മുൻപ് പോളിഷ് റേഡിയോയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. If anything happens to you, if I can help you, then in any way remember my name. എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ, അങ്ങൊരു പട്ടാളക്കാരനാണ്, അങ്ങേക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എനിക്കൊരു പക്ഷേ സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പേര് ഓർത്തിരിക്കണം, സ്പിൽസ്മാൻ, പോളിഷ് റേഡിയോ. He smiled his usual smile. സാധാരണ ചിരിക്കുന്നത് പോലെ അദ്ദേഹം ചിരിച്ചു. Half shy and embarrassed. Embarrassed എന്ന് പറഞ്ഞാൽ ലജ്ജിക്കുക, ഒരു ചെറിയ ഒരു ചമ്മൽ, അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. അദ്ദേഹത്തിന് ഒരു അമ്പരപ്പുണ്ടായിരുന്നു. അദ്ദേഹം സാധാരണ ചിരിക്കുന്ന പോലെ പകുതി ഒരു ഷൈനസോടുകൂടി, ഒരു നാണത്തോടെയും പകുതി ഒരു അമ്പരപ്പോടെയും അദ്ദേഹം ചിരിച്ചു. ബട്ട് ഐ ഫെൽറ്റ് ഐ ഹാഡ് ഗിവൺ ഹിം പ്ലഷർ വിത്ത് മൈ നെയ് വിഷ് ടു ഹെൽപ്പ് ഹിം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന് സന്തോഷം നൽകി എന്നാണ്. കാരണം എൻ്റെ നിഷ്കളങ്കമായ ഒരു ആഗ്രഹം അദ്ദേഹത്തിനെ ഉറപ്പായും സഹായിക്കും. അദ്ദേഹത്തെ സഹായിക്കണമെന്നുള്ള എൻ്റെ ആ നിഷ്കളങ്കമായ ആഗ്രഹം ഞാൻ പറയുന്നത് വഴി അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. The first hard frost came in the middle of December. Christmas came and then New Year 1945. The 6th Christmas and New Year celebrations of the war and the worst I had known.
I lay in the dark, listening to the stormy wind. I heard the squeaking and rustling of rats and mice running back and forth in the attic. ഡിസംബറിന്റെ പകുതി ആയപ്പോഴേക്കും മഞ്ഞ് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ പതുക്കെ ക്രിസ്മസ് വന്നു. അതിനുശേഷം 1945 എന്ന ന്യൂ ഇയർ ആയി. യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള 6ാമത്തെ ക്രിസ്മസ് ആയിരുന്നു അത്. എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ആയിരുന്നു അത്. ഞാൻ എപ്പോഴും ഇരുട്ടിലിങ്ങനെ പുറത്തെ തണുത്ത കാറ്റിനെ ശ്രദ്ധിച്ചുകൊണ്ട് കിടന്നു. എനിക്കെപ്പോഴും ആ തട്ടിൻപുറത്തൂടെ എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞരക്കത്തോടെ പായുന്നത് അറിയാമായിരുന്നു. എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ ഞാൻ പണ്ട് ആഘോഷിച്ച ക്രിസ്മസുകളൊക്കെ കടന്നു വന്നു. ഐ വെന്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ വാർ. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം, പേരൻസ്, 2 sisters ആൻഡ് എ ബ്രദർ. Then we had no home of our own anymore, but we were together. ഞാൻ യുദ്ധത്തിന് മുൻപ് ആഘോഷിച്ച ക്രിസ്മസും ഇപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് ഈ 6 വർഷത്തെ ക്രിസ്മസും എൻ്റെ മനസ്സിലേക്ക് വന്നു. എനിക്കിതിനു മുൻപ് പേരൻസ് ഉണ്ടായിരുന്നു, 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വീടില്ല, പക്ഷെ ഞങ്ങൾ ഒരുമിച്ചാണ്. പിന്നീട് ഞാൻ വീണ്ടും തനിച്ചായി. പക്ഷെ എനിക്ക് എപ്പോഴും ചുറ്റും വേണ്ടപ്പെട്ടവര് ഉണ്ടായിരുന്നു. സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ. എപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. ആൻഡ് നൗ ഐ വാസ് ലോൺലിയർ. ഇപ്പോൾ വീണ്ടും ഞാൻ തനിച്ചായി. ഐ സപ്പോസ്ഡ് ദാൻ എനിവൺ എൽസ് ഇൻ ദി വേൾഡ്. ഞാൻ വിചാരിക്കുന്നു ഈ ലോകത്തിലുള്ള ആരെക്കാട്ടിലും ഒറ്റപ്പെട്ടാണ് ഞാൻ കഴിയുന്നത്. ഐ ഹാഡ് ടു ബി എലോൺ, എൻറ്റയർലി എലോൺ ഇഫ് ഐ വാണ്ടഡ് ടു ലീവ്. ഞാൻ എപ്പോഴും തനിച്ചാണ് മുഴുവനായിട്ടും. അതായത് മറ്റാരും ഇപ്പോൾ എൻ്റെ ജീവിതത്തിലില്ല. On the 4th January, unusual noises in the building and the street outside woke me. ജനുവരി 14-ാം തീയതി സാധാരണയിൽ കവിഞ്ഞുള്ള ശബ്ദം ആ ബിൽഡിങ്ങിൽ എല്ലായിടത്തും കേട്ടു. അങ്ങനെയാണ് ഞാൻ ഉണർന്നത്. Soldiers ran up and down the stairs and I heard agitated, nervous voice. Early in the morning of 15th January, the sound of artillery from the previously silent front was heard. എപ്പോഴും അതിലെ പട്ടാളക്കാരിങ്ങനെ കയറി ഇറങ്ങുന്നതായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റും. ഐ ഹേർഡ് അജിറ്റേറ്റഡ് നെർവസ് വോയിസസ്. അതായത് എപ്പോഴും ബഹളത്തോടെയുള്ള അല്ലെങ്കിൽ പരിഭ്രാന്തിയോടെയുള്ള ഒച്ചകളോടെ അവരിങ്ങനെ ഓടി നടക്കുന്നു. അതുപോലെ ജനുവരി 15-ാം തീയതി വീണ്ടും പീരങ്കിയുടെ ശബ്ദം ഉയർന്നു കേൾക്കാൻ തുടങ്ങി. The ground and the walls of the building shook under the constant dull thunder. ഭയങ്കര ഇടിമുഴക്കത്തോടെ ആ ബിൽഡിങ്ങിന്റെ ഭിത്തികളെല്ലാം കുറേ സമയത്തേക്ക് കുലുങ്ങാനായിട്ട് തുടങ്ങി. 3 hours later, the heavy artillery fire died down again, but I was as nervous as ever. 3 മണിക്കൂറിന് ശേഷം ആ പീരങ്കിയുടെ ഒച്ചയൊക്കെ നിലച്ചു. പക്ഷേ എപ്പോഴത്തേതും പോലെ ഞാൻ വീണ്ടും നെർവസായി. I did not sleep at all that night. The street fighting would begin at any moment and I could be killed. എനിക്ക് ആ രാത്രി ഉറങ്ങാനേ സാധിച്ചില്ല. ഏത് സമയത്തും വീണ്ടും ഈ തെരുവില് ബഹളം അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവാം. ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെടാം എന്നൊരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു. The night passed peacefully. Around 1 o'clock I heard the remaining Germans leaving the building. പക്ഷേ രാത്രിയിൽ ബഹളം ഒന്നും ഉണ്ടായില്ല. അത് വളരെ ശാന്തമായിട്ട് കടന്നുപോയി. ഒരു 1 മണിയൊക്കെ ആയപ്പോൾ അവശേഷിച്ചിരുന്ന ജർമ്മൻ സോൾജിയേഴ്സും ആ കെട്ടിടത്തിൽ നിന്ന് പടിയിറങ്ങുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. Silence fell. I could not even hear the steps of the guards outside the building. അവിടെ ആകെ നിശബ്ദത പരന്നു. അവിടെ എങ്ങും ഒരു ഗാർഡുമാരുടെയും കാലച്ച കേൾക്കാനില്ലായിരുന്നു. Not until the early hours of the next day was the silence broken by a loud and resonant noise, the last sound I had expected. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ നിശബ്ദതയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവിടെ ഉച്ചത്തിലുള്ള മുഴക്കമുള്ള ഒരു ശബ്ദം വന്നു. അത് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതാണ്. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റ് അപ്പ് സംവെയർ നിയർ ബൈ വെയർ ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെന്റ് ഇൻ പോളിഷ് ഓഫ് ദി ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ദി ലിബറേഷൻ ഓഫ് വാർസോ. അവിടെ റേഡിയോയിലൂടെ പോളിഷ് റേഡിയോ വീണ്ടും സെറ്റപ്പായി. അതിലൂടെ ബ്രോഡ്കാസ്റ്റിംഗ് ആരംഭിച്ചു. അവിടെ ജർമ്മനിയെ തോൽപ്പിച്ചതായിട്ടും വാർസോ നഗരം സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങിയതായിട്ടും അനൗൺസ്മെന്റ് മുഴങ്ങാനായിട്ട് തുടങ്ങി. വാർസോ എന്ന് പറയുന്നത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ പോളണ്ടിലെ ഒരു വലിയ നഗരമാണ്. അപ്പോൾ അവിടെ ജർമ്മൻ സൈന്യമാണ് ഇത്രയും ദിവസം ഭരിച്ചിരുന്നത്. അവരെ പോളിഷുകാർ
കീഴടക്കി. അപ്പൊ അതിനെപ്പറ്റിയാണ് റേഡിയോയിലൂടെ അനൗൺസ്മെന്റ് നടക്കുന്നത്. ദ ജർമൻസ് ഹാഡ് വിത്ഡ്രോൺ വിത്തൗട്ട് എ ഫൈറ്റ്. വലിയ യുദ്ധമൊന്നും ഉണ്ടാക്കാതെ, വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കാതെ ജർമ്മൻ സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങി. As soon as it began to get light, I prepared feverishly for my first venture out. പ്രകാശം പരന്നു, അതായത് നേരം വെളുത്തതോടുകൂടി ഇദ്ദേഹം എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷെ അദ്ദേഹത്തിനൊരു സംഭ്രമമുണ്ട്, ഒരു ടെൻഷനുണ്ട്. ഫെവറിഷ്ലി എന്ന് പറഞ്ഞാൽ പരിഭ്രാന്തി, സംഭ്രമം എന്നൊക്കെയാണ്. മൈ ഓഫീസർ ഹാഡ് ലെഫ്റ്റ് മീ എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ടു കീപ് മീ ഫ്രം ഫ്രീസിങ്. ഇദ്ദേഹത്തെ കാണാൻ മുൻപ് അവിടെ വന്നിരുന്ന ആ ജർമ്മൻ മിലിറ്ററി ഓഫീസർ തന്റെ ഒരു കോട്ട് ഇദ്ദേഹത്തിന് സമ്മാനിച്ചിരുന്നു. I had already put it on when I suddenly heard the rhythmic footstep of guards out in the road again. Had the Soviet and Polish troops withdrawn then? അപ്പോൾ അദ്ദേഹം അതൊക്കെ ഇട്ട് പുറത്തേക്ക് പോയപ്പോൾ അവിടെ ഗാർഡുമാരുടെ ഫുട് സ്റ്റെപ്പ്, കാലച്ചകളൊക്കെ കേൾക്കാനുണ്ട്. സോവിയറ്റും പോളിഷ് ട്രൂപ്സിനെ പറ്റിയൊക്കെ അദ്ദേഹം ആ സമയത്ത് ആലോചിക്കുന്നു. ട്രൂപ്സ് എന്ന് പറഞ്ഞാൽ സൈനികർ. I sank on my matters, utterly dejected, and lay there until something new came to my ears. The voice of women and children. At all cost, I had to get information. അദ്ദേഹം വീണ്ടും അവിടെ അദ്ദേഹത്തിന്റെ ആ പുതപ്പിലേക്ക് ഇരുന്നു. കാരണം അവര് കണ്ടുപിടിക്കുമോ എന്നൊരു ഭയം വീണ്ടും അദ്ദേഹത്തിന് ഉണ്ടായി. അട്ടർലി ഡിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് നിരാശനായി അദ്ദേഹം അവിടെ വിഷമിച്ച് ഇരുന്നു. വീണ്ടും എന്തെങ്കിലും പുതിയ ശബ്ദം കേൾക്കുന്നിടം വരെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ കുട്ടികളുടെയും സ്ത്രീകളുടെയും ശബ്ദം കേൾക്കാൻ തുടങ്ങി. അദ്ദേഹം ചാടി എണീറ്റു. I ran downstairs, put my head out of the front door and looked out. ചാടി ഇറങ്ങി താഴേക്ക് ചെന്നു. അവിടെ നിന്ന് ഫ്രണ്ട് ഡോറിലൂടെ നോക്കാനായിട്ട് തുടങ്ങി. It was a grey, misty morning. To my left, not far away, stood a woman soldier in a uniform that was difficult to identify at this distance. അദ്ദേഹം ഫ്രണ്ട് ഡോറിലൂടെ ഇങ്ങനെ തലയിട്ട് പുറത്തേക്ക് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടതുവശത്തായിട്ട് ഒരു വുമൺ സോൾജിയർ, ഒരു സ്ത്രീ പട്ടാളക്കാരിയാണ്, അവര് അവിടെ നിൽപ്പുണ്ട്. അവരുടെ യൂണിഫോമിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ കുറച്ച് അകലമുള്ളത് കൊണ്ടും അതൊരു ഗ്രേ മിസ്റ്റി മോർണിംഗ് ആയിരുന്നു, ചെറിയ മഞ്ഞുള്ള ഒരു മോർണിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന് അത് ഏത് യൂണിഫോം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എ വുമൺ വിത്ത് എ ബണ്ടിൽ ഓൺ ഹെർ ബാക്ക് വാസ് അപ്രോച്ചിങ് ഫ്രം മൈ റൈറ്റ്. അതേ സമയത്താണ് വലതുവശത്തു നിന്ന് ഒരു സ്ത്രീ, തന്റെ പുറത്തൊരു ബാഗ് ഒക്കെ ഉണ്ട്, അവര് ഇദ്ദേഹത്തിനടുത്തേക്ക് വന്നു. When she came closer, I ventured to speak to her. അവരടുത്തേക്ക് വന്നതും ഇദ്ദേഹം സംസാരിക്കാനായിട്ട് തുടങ്ങി. Hello, excuse me, I called in a muted voice, beckoning her over. ഒരു ചെറിയ ശബ്ദത്തിൽ ഞാൻ അവരുടെ ശ്രദ്ധ ആകർഷിച്ചു. She stared at me, dropped her bundle and took to her heels with a shriek of a German. അവര് ഇദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി. സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ തുറച്ചു നോക്കി എന്നാണ്. എന്നിട്ട് അവരുടെ പുറത്തുണ്ടായിരുന്ന ആ ബാഗ്, ആ ഒരു ഭാണ്ഡം താഴേക്ക് വെച്ചു. അതിനുശേഷം അവർ അലറിക്കരയാൻ തുടങ്ങി. ജർമ്മൻ, ഇയാൾ ഒരു ജർമ്മൻ ആണെന്ന് വിചാരിച്ചാണ് അവർ അലറിക്കരയാനുള്ള കാരണം. എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിച്ചത്? ആ ജർമ്മൻ സോൾജിയറിന്റെ കോട്ടാണ് ഇദ്ദേഹം ധരിച്ചിരിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി ദ ഗാർഡ് turned, saw me, aimed and fired her machine pistol. അപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ ഇടത് സൈഡിൽ അദ്ദേഹം ആദ്യം കണ്ട ആ വുമൺ സോൾജിയർ പിസ്റ്റൾ ഇദ്ദേഹത്തിന് നേരെ നീട്ടി. The bullet hit the wall and without thinking I rushed up the stairs and took refuge in the attic. അവര് ആ പിസ്റ്റള് പ്രവർത്തിപ്പിച്ചു. ആ ബുള്ളറ്റ് ഇദ്ദേഹത്തിനെ കൊണ്ടില്ല, ഇദ്ദേഹത്തിനെ കൊള്ളാതെ അത് ഭിത്തിയിൽ ഇടിച്ചു. ഒരു നിമിഷം പോലും പാഴാക്കാതെ പിയാനോയിസ്റ്റ് നേരെ തിരിച്ച് അറ്റിക്കിലേക്ക് ഓടി. റെഫ്യൂജ് എന്ന് പറഞ്ഞാൽ അഭയസ്ഥാനം. Looking out of my little window a few minutes later, I saw that the whole building was surrounded. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അറ്റിക്കിലിരുന്നിട്ട് ഇദ്ദേഹം താഴേക്ക് നോക്കി. അപ്പോൾ കാണുന്നു ആ ബിൽഡിംഗ് മുഴുവൻ പട്ടാളക്കാര് വളഞ്ഞിരിക്കുകയാണ്. I heard soldiers calling to each other and then the sounds of shots and exploding hand grenades. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിക്കുന്നതും അതുപോലെ അവരുടെ ഉപകരണങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുന്നതും ഒക്കെ ഇദ്ദേഹത്തിന് ജനലിൽ നിന്ന് മനസ്സിലായി. അതിന്റെ എല്ലാം കാരണം ഇദ്ദേഹം ഒരു പോളിഷ് ആണെങ്കിലും ജർമ്മൻ ആണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അപ്പോൾ ഒരു ജർമ്മൻ സൈനികനാണ് എന്ന് കരുതിയാണ്, അല്ലെങ്കിൽ ഒരു ജർമ്മൻകാരനാണെന്ന് കരുതിയാണ് അവർ ഈ സന്നാഹമൊക്കെ ഒരുക്കുന്നത്.
ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്. എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അദ്ദേഹത്തിന് ഒരു നോർമലായിട്ട് ചിന്തിക്കാനേ കഴിയുന്നില്ല, ആകപ്പാടെ പ്രശ്നമായി. ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോളിഷ് സോൾജിയേഴ്സ് ഇൻ ലിബറേറ്റഡ് വാർസോ ഓൺ ദി വെരി വേർജ് ഓഫ് ഫ്രീഡം. സ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്ന ആ വാർസോ നഗരത്തിൽ വെച്ച് പോളിഷ് സൈനികരാൽ പോളിഷുകാരനായ ഇദ്ദേഹം കൊല്ലപ്പെടാൻ പോവുകയാണ്. അത് അദ്ദേഹത്തിന് കഠിനമായ വേദനയുണ്ടാക്കി. കാരണം ഇത്രയും ദിവസം എങ്ങനെയെങ്കിലും ജർമ്മൻകാർ ഇവിടെ നിന്ന് പോകുമെന്നാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. അത് സംഭവിച്ചു. പക്ഷെ ഇപ്പം സ്വന്തം സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് വെടിയുണ്ടയേറ്റ് അദ്ദേഹം മരിക്കാൻ പോവുകയാണ്. Feverishly, I began to wonder how I could make them realize that I was Polish before they dispatched me to the next world as a German in hiding. എങ്ങനെയാണ് അവരെ ഇനി അത് തിരിച്ചറിയിക്കുക, ഞാനൊരു പോളിഷുകാരനാണ്, ഞാൻ ജർമ്മൻകാരനല്ല, ഞാൻ ജർമ്മൻകാരൻ ഒളിച്ച് താമസിക്കുന്നതല്ല ഇവിടെ എന്നൊക്കെ അവരെ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്നാകപ്പാടെ അദ്ദേഹത്തിന് ചിന്താക്കുഴപ്പം സംഭവിച്ചു. I began coming down the stairs, shouting as loud as I could, "Don't shoot, I am Polish." പിന്നെ പതുക്കെ ആ അറ്റിക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം വിളിച്ചു പറയാനായിട്ട് ആരംഭിച്ചു, വെടിവെക്കരുത്, ഞാനൊരു പോളിഷുകാരനാണ്. വെരി സൂൺ ഐ ഹേർഡ് സ്വിഫ്റ്റ് ഫുട് സ്റ്റെപ്പ് ക്ലൈംബിംഗ് ദ സ്റ്റെയേഴ്സ്. പെട്ടെന്ന് തന്നെ ഞാൻ കേട്ടു വളരെ ധൃതിയിൽ കാലൊച്ചകൾ മുകളിലേക്ക് കയറി വരുന്നതായിട്ട്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ. The figure of a young officer in Polish uniform with eagle on his cap came into view. വളരെ ചെറുപ്പക്കാരനായ ഒരു പോളിഷ് ഓഫീസറാണ് മുകളിലേക്ക് കയറി വന്നത്. അദ്ദേഹത്തിന്റെ ക്യാപ്പില് ഒരു ഈഗിളിന്റെ പടമുണ്ടായിരുന്നു. He pointed a pistol at me and shouted, "Hands up." അദ്ദേഹവും എൻ്റെ നേരെ തോക്കു ചൂണ്ടിയിട്ട് ഹാൻഡ്സ് അപ്പ് പറഞ്ഞു. I repeated my cry of, "Don't shoot, I am Polish." The lieutenant went red with fury. വീണ്ടും ഞാൻ പറഞ്ഞു, ഞാനൊരു പോളിഷുകാരനാണ്, വെടിവെക്കരുത്. ഇത് കേട്ടതും ആ ലെഫ്റ്റനന്റിന്റെ മുഖമെല്ലാം റെഡ് കളറിലായി, വളരെ ദേഷ്യത്തിൽ, ദേഷ്യം. Then why in God's name don't you come down? He roared. പിന്നെ അയാള് ചോദിച്ചു, അലറി ചോദിച്ചു, റോഡ് എന്ന് പറഞ്ഞാൽ അലറി ചോദിച്ചു, എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ താഴേക്ക് വരാഞ്ഞത്? And what are you doing in the German coat? നിങ്ങൾ ഈ ജർമ്മൻകാരുടെ കോട്ടുമിട്ട് എന്താണ് ചെയ്യുന്നത്? Only when the soldiers had taken a closer look at me and reviewed the situation did they really believe I was in German. Then they decided to take me to their headquarters so that I could wash and have a meal. അദ്ദേഹം അടുത്തു വന്ന് സൂക്ഷിച്ചു നോക്കി, അങ്ങനെ സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കി ഞാനൊരു ജർമ്മൻകാരനല്ല എന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ അവരൊരു തീരുമാനമെടുത്തു, എന്നെയും കൊണ്ട് പോളിഷ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോവുക, എന്നിട്ട് അവിടെ വെച്ച് എനിക്ക് ഭക്ഷണമൊക്കെ തരാമെന്ന്. After 2 weeks, well cared for by the military, I walked through the streets of Warsaw without fear. അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം സ്വതന്ത്രമായ ആ വാർസോ നഗരത്തിലൂടെ ഞാൻ ഒരു ഭയവുമില്ലാതെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നടന്നു. അത് ഒരു 6 വർഷത്തിന് ശേഷമാണ് എനിക്ക് അങ്ങനെ നടക്കാനായിട്ട് സാധിച്ചത്. I looked over the north of the city where the ghetto had been, where 500,000 Jews had been murdered. അങ്ങനെ പോകുമ്പോൾ ഞാൻ ആ ഗെട്ടോയിലേക്ക് നോക്കി. അവിടെയായിരുന്നു ജൂസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ താമസിപ്പിച്ചിരുന്നത്. അവിടെ 500,000 ജൂസ് കൊല്ലപ്പെട്ടു. There was nothing left of it. ഇപ്പൊ അതിന്റെ അവശേഷിപ്പുകൾ അവിടെ ഇല്ല. Tomorrow I must begin a new life with nothing but death behind me. I went on my way. നാളെ മുതൽ ഞാനൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. I went on my way. ഞാൻ എൻ്റെതായ വഴിയിലൂടെ നാളെ മുതൽ നടന്നു തുടങ്ങുകയാണ്. ഇവിടെ പുസ്തകത്തിന്റെ എൻഡിലായിട്ട് തന്നിട്ടുണ്ട്, വിൽമം ഹോസൻഫെൽ, the soldier who saved Władysław Spilman also saved many other individuals. He was captured by the Red Army towards the end of the war. He could not contact Spilman and died in a Soviet prison in 1952. ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ച ആ ജർമ്മൻ സോൾജിയർ മറ്റു പല ആൾക്കാരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ റെഡ് ആർമി അവസാനം തടവിലാക്കി. അങ്ങനെ അദ്ദേഹം സോവിയറ്റ്
പ്രിസണിൽ, റഷ്യയുടെ പ്രിസണിൽ 1952 മരിച്ചു. അദ്ദേഹത്തിന് സ്പിൽമാനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. സ്പിൽമാൻ അദ്ദേഹത്തിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്ത് പോളിഷ് റേഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹം കൊല്ലപ്പെട്ടു.